ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏത് അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എനർജി ലെവലിൽ നിന്നും എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരാൻ പോകുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് പ്രേ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ആക്കാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതിനുശേഷം നന്നായിട്ട് പ്രേ ചെയ്തതിന് ശേഷം വീഡിയോയുമായിട്ട് മുന്നോട്ടേക്ക് കാണുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ത്രീ ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, 6 ഓഫ് wands, the world energy, eight of swords, ace of swords, judgment, queen of swords, four of swords, knight of pentacles, knight of cups, 10 of wands, queen of pentacles, 10 of swords, the tower energy, the emperor. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നോക്കാം. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ തിരിച്ചടി നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. അതിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടി, നിങ്ങളുടെ ബന്ധം നിങ്ങളിൽ നിന്ന് അറ്റുപോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു തീർത്തും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിലും അവിടെയും നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു തകർച്ച നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള വ്യക്തികളാണ്. അതിപ്പോ ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചതിയിലൊക്കെ അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇനി അല്ല റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും തേർഡ് സിറ്റുവേഷനിലൊക്കെ അകപ്പെട്ടിട്ട് മാറി റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ആയിട്ട് പോയിരിക്കുന്ന ഒരു എനർജി. ഈ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത് മാത്രമല്ല, വളരെ പെട്ടെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങളുടെ ജീവിതം ഈ ഒരു രീതിയിലേക്ക് മാറി മറിഞ്ഞു പോയിരിക്കുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും ഒരു ഡൗൺ സ്റ്റേജിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. ഒന്നിലേക്കും പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മനസ്സ് നീറുന്ന ആ ഒരു വേദനയുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു വെളിച്ചം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി ആ ഒരു നീതിക്ക് വേണ്ടി സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ടുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു വിശ്വാസം ഒക്കെ നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത്. എങ്കിലും എവിടെയോ ഒരു ഹോപ്പ്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ എവിടെയോ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രകാശം തേടുന്നതും നീതിക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നതും. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. ജീവിതം പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും
നിങ്ങൾ എന്തൊക്കെയോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബജീവിതം തന്നെയായിരിക്കാം. മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവര്, അല്ലെങ്കിൽ ഒരുമിച്ചൊരു കമ്മിറ്റ്മെന്റോട് കൂടി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ണറിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന തിരിച്ചടിയിലൂടെ നിങ്ങൾ തീർത്തും തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർത്തും നിസ്സഹായരാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നീതി നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നത്. എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ലോ എനർജിയിലാണെങ്കിൽ പോലും അവിടെ നിന്നും നിങ്ങൾ പതുക്കെ പതുക്കെ ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ചെറിയ രീതിക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും പലപ്പോഴും ഇപ്പൊ ഒരു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പകുതി വരെ എത്തുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഓർമ്മകൾ കാര്യങ്ങൾ എല്ലാം വരും. വീണ്ടും നിങ്ങൾ ഡൗൺ ആയി പോകും. ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ നിങ്ങളൊരു ജോലി സമ്പത്ത് എല്ലാം നേടിയിട്ടുണ്ടായിരിക്കാം. അത്യാവശ്യം നിങ്ങളുടേതായ രീതിയിൽ ബിസിനസ് കാര്യങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചിരുന്ന വ്യക്തികൾ അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു ചതി കാര്യങ്ങളൊക്കെ പറ്റി ഫിനാൻഷ്യലി വളരെയധികം ഒരു ലോസിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോയിരിക്കുന്ന അവസ്ഥയിലും ഈ ഒരു സമയം ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പൊ ബാക്കിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങളുടെ ആ ഒരു ചിന്തകളിൽ ഒക്കെ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പേജ് ഓഫ് സോഴ്സ് ആണ്. ജീവിതമാകുന്ന പാഠം ഒരുപാട് പഠിച്ച് മുന്നോട്ടേക്ക് വന്നു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എത്ര ഡൗൺ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ആ ഒരു പെയിൻ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു മനസ്സിന്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ട് എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ സംഭവിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു നൂൽപ്പാലത്തിൽ മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കും. ആ ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ബാഡ് കർമ്മ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ ഇപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്തിട്ട് മതി, നിങ്ങൾക്ക് തീർന്നു, നിങ്ങളുടേതായ ഒരു എഫേർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഇനി ഒട്ടും പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നു വരാനായിട്ട് പോവുകയാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്കിവിടെ ഏറ്റവും സോഴ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും ചിലപ്പോ മറ്റാരിലേക്കും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. കാരണം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാവരിൽ നിന്നും ഒരു സാന്ത്വന വാക്കോ കാര്യങ്ങളോ കിട്ടിയിട്ട് നിങ്ങൾ ഓക്കെ ആവുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നീതിയാണ്. ആ ഒരു നീതി കിട്ടാതെ നിങ്ങളുടെ ഉള്ളം തണുക്കില്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എത്രത്തോളം ആത്മാവിനെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ആത്മസമർപ്പണത്തോടു കൂടി നിങ്ങളൊരു വ്യക്തിയെയൊക്കെ സ്നേഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു പൊള്ളൽ എന്ന് പറയുന്നത് ഹൃദയത്തിന് വളരെയധികം നോവിച്ചിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുർഘടം പിടിച്ചൊരു യാത്ര തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട്. പലപ്പോഴും ഡൗൺ സ്റ്റേജിലേക്ക് പോയാലും അതൊന്നും മറ്റാരിലേക്കും കാണിക്കാതെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുക, ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് ഡൗൺ ആയിട്ട് പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. അവർ വീണ്ടും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. എങ്കിലും ആ ഒരു മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് ഇവിടെ ചെറുതല്ല. അതുകൊണ്ട് നീതിപൂർവമായിട്ട് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളോട് പറയാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച് നോവ് കൊണ്ടിട്ട് ആ ഒരു വേദനയുടെ കടന്നു വന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള കാൽവെപ്പിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കൊരു നീതി നടപ്പിലാകാൻ പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വേദനകൾക്കെല്ലാം ഒടുവിൽ നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നു. നീതിപൂർവമായിട്ട് നിങ്ങളുടെ ഒരു പുതിയ ജന്മമാണ് കടന്നു വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 10 of swords ഉം 10 of wands ഉം വന്നിരിക്കുന്നത്. ആ ഒരു പെയിൻഫുൾ ആയ എനർജി,
ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഒറ്റക്ക് അങ്ങനെ ഒരു ദുഃഖവും പേറിയുള്ള യാത്ര എന്ന് പറയുന്നത് ഒത്തിരി കാലങ്ങളായി. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വരുന്നത് തൊട്ടടുത്ത സമയത്തല്ല, ഒരുപാട് നാളുകളായിട്ട്, കുറച്ചധികം മാസങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു വെളിച്ചം വന്നെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു ദുഃഖഭാരം കാര്യങ്ങൾ എല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും റിലീസ് ആകാനായിട്ട് പോകുന്നു. കാരണം നിങ്ങൾ കുറച്ചധികം ചേഞ്ച് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ചേഞ്ച് ആവണം എന്നുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പൊ നിങ്ങളുടേതായ ഒരു മാറ്റങ്ങൾ എല്ലാം നിങ്ങളിൽ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് മെച്യൂർഡ് ആയിട്ടുണ്ടായിരിക്കും. പണ്ട് സമയത്ത് എന്നൊക്കെ പറയുന്നത് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. നിങ്ങളുടേതായ കൊച്ചു കൊച്ചു ഈഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എത്രത്തോളം നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലൂടെ ഈ ഒരു പ്രോസസ്സിംഗ് നടന്നത്, അല്ലെങ്കിൽ ഈ ഒരു ദുർഘടമായിട്ടുള്ള ആ ഒരു വഴിയിലൂടെ നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളെ, സന്തോഷകരമായിട്ടുള്ള എനർജീസിനെ അട്രാക്ട് ചെയ്യാനാണ്. യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കൊരു പുതിയ ഓഫർ കടന്നു വരാൻ പോകുന്നു. നിങ്ങളെ അലട്ടിയിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജീസ്, ഓവർ തിങ്കിങ്, ആ ഒരു വേദനകൾ, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് റിലീസ് ആവുകയാണ്. നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ എന്നുള്ളത് ഇവിടെ കംപ്ലീറ്റ്ലി അവസാനിച്ചിട്ട് അവിടെ നിന്നും ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ അത്രയും മനസ്സർപ്പിച്ച് സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സന്റെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങള്, കാര്യങ്ങള് ഇതെല്ലാം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്കൊരു ഉൾവിളി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട്. അവരുടെ എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് ഇതൊരു കർമ്മയാണ്. ആ ഒരു കർമ്മ എന്ന് വെച്ചാൽ എന്താണ് അവരവിടെ നിന്ന് തൊടുത്തു വിട്ടത്, ആ ഒരു കാര്യം അവരിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തിരിച്ചറിവും കാര്യങ്ങളും വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ, ഇപ്പോഴും നിങ്ങൾ ആ ഒരു നീതി ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കൊരു പ്രപ്പോസൽ കടന്നു വരാനായിട്ട് പോവുകയാണ്. അതും ആത്മാർത്ഥമായിട്ട് തന്നെ. ഈ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ വിശുദ്ധിയാണ്. എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ എങ്ങനെയാണ് നിങ്ങളിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഇപ്പോ. പക്ഷേ ഇവരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളിലെല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്, നീറുന്നുണ്ട്. അതുപോലെ അവരുടെ ലൈഫിൽ അവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവാണ്. അപ്പൊ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സ് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്കുള്ള ആ ഒരു എനർജിയിലേക്കും ഒരു അനുഗ്രഹം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോ പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കുന്നതും നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകണം എന്നുള്ള ചിന്തയിലേക്ക് മാറിയിരിക്കുന്നതും. ഇവിടെ നമുക്ക് 3 of cups ഉം അതുപോലെ തന്നെ 10 of cups ഉം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഫാമിലി ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ ഒരു വൈഫ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് മുന്നോട്ടേക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ്, ഒരു ലോങ് ടേം ആയിട്ട് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള മനസ്സിൽ. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇതുവരെ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ അതേ തിരിച്ചറിവോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പ്രാർത്ഥനകളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകി എല്ലാ രീതിക്കും ഒരു ചേഞ്ച് സംഭവിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നതും. അതും സന്തോഷകരമായ ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി അല്ല നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആയിരുന്നിട്ട് പകുതി വെച്ച് മുറിഞ്ഞു പോയൊരു ബന്ധമായിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ നടക്കാനായിട്ട് പോകുന്നു. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സന്തോഷങ്ങൾ, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സെലിബ്രേഷൻ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകാനാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇത് നിങ്ങളുടെ വിജയത്തിന്റെ സമയമാണ്. ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് നടത്താൻ പോകുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജീവിതവും സന്തോഷവും എല്ലാം നിങ്ങൾക്കൊരു പുനർജന്മം പോലെ ലഭിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു ജോലി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ആ ഒരു പ്രാരാബ്ദം കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.
എല്ലാ രീതിക്കും നിങ്ങൾ ആകപ്പാടെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ജോലി നോക്കിയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിപൂർവമായ നിങ്ങളുടെ നീക്കങ്ങളിലൂടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അലഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കാം. ജോലി സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും. നിങ്ങളൊരു പുറത്തേക്കൊക്കെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, എബ്രോഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ജോബ് ഓഫർ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അല്ല, നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുഖേന തടസ്സങ്ങൾ വന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരികയാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി സാധ്യതയാണ്. ഇവിടെ പെന്റക്കിൾ എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു സാലറി കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നല്ല രീതിക്കുള്ള ഒരു ജോലി, ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നു. അതിലൂടെ നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട് പോവുകയാണ്. ഇതുവരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ വന്നിട്ട് നല്ല രീതിയിലൊരു കരിയർ ഗ്രോത്തിലേക്കാണ് നിങ്ങൾ എത്താനായിട്ട് പോകുന്നത്. ഇതുവരെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമ്പത്തിന്റെ പുറകെയുള്ള ഒരു അലച്ചിലായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇനി സമ്പത്ത് നിങ്ങളുടെ പുറകെ വരാനായിട്ട് പോകുന്നു. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള തൊഴില്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് കാര്യങ്ങളിലുള്ള ഉയർച്ച, അതുപോലെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പണം തട്ടിയെടുത്ത് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുകയാണ്. ഇപ്പൊ ഒരു കോടതി കേസുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വരാൻ പോകുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പണം നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ എത്താനായിട്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു സമ്പത്ത് കടന്നു വരാൻ പോകുന്നു. ഇപ്പൊ കുടുംബസ്വത്ത് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുടുംബസ്വത്ത് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയല്ല, നിങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾ പോലെയുള്ള ലോട്ടറിയോ കാര്യങ്ങളോ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിരന്തരമായിട്ട്, പെട്ടെന്ന് ഒരു ദിവസം പോയി എടുക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്, നിരന്തരമായിട്ട് കുറെ നാളുകളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു ലക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതും ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് കാണുന്നത്. ഇപ്പൊ ലോട്ടറി കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് എന്താന്ന് ചോദിക്കുവാണെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ഹാർഡ് വർക്ക് ആണ്. നിരന്തരമായിട്ട് കുറെ നാളുകളായിട്ട് നിങ്ങൾ ഇതിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ഭാഗ്യം തിരയാനുള്ള സാധ്യതയുണ്ട്. സമ്പത്ത് നിങ്ങളുടെ പുറകെ വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അത് എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എംപറർ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു അധികാര പടവിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്തിലേക്ക്, ഒരു കരിയർ ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു. നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുറേയധികം കഴിവുകളെയൊക്കെ നിങ്ങൾ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരണം. കുറച്ചുകൂടി നിങ്ങൾ സെൽഫ് ലവിലേക്ക് എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എടുത്തുചാട്ടം, ദേഷ്യം മാത്രമല്ല, പെട്ടെന്ന് ഡൗൺ ആകുന്ന ഒരു സ്റ്റേജ് നിങ്ങൾക്കുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഓഫ് ആയി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് ബാലൻസിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസ് അട്രാക്ട് ആവുന്ന സമയമാണ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം കൊണ്ടും സജീവമായിരിക്കണം. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് വേണം. വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വിശ്വാസമൊക്കെ നിങ്ങൾ തിരികെ കൊണ്ടുവരണം. എല്ലാ രീതിക്കും വിശ്വാസം നഷ്ടപ്പെട്ട് ഒരിക്കലും നിങ്ങൾ നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അത് എപ്പോഴാണെന്നുണ്ടെങ്കിലും നീതി ലഭിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ടോ, തീർച്ചയായും ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു യൂണിവേഴ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് അതിൽ ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ആ ഒരു ട്രസ്റ്റ് ആണ് നിങ്ങൾ വീണ്ടെടുക്കേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലേക്ക് അർപ്പണബോധത്തോടു കൂടി നിങ്ങൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു മാറ്റങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ജോലി, ആ ഒരു കരിയർ ഗ്രോത്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. വീട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സന്തോഷകരമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീട് പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങളൊക്കെ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം, നിങ്ങളുടെ കുടുംബം, കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം,
അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നിങ്ങളുടെ ഈ ഒരു വീട് എന്നുള്ള സ്വപ്നം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സ്ട്രക്ചർ കടന്നു വരാൻ പോകുന്നു. എല്ലാ രീതിക്കും സന്തോഷകരമായ ഒരു പരിസമാപ്തിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അതുപോലെ നിങ്ങളുടെ വിശ്വാസം, ട്രസ്റ്റ്, നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ നന്മ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സൽ ടൈമിൽ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ബ്ലെസ്സിങ്ങിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ അവഗണിച്ച വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫാമിലി, ഫ്രണ്ട്സ്, ആരാണെന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ടോ ആരും ആയിക്കൊള്ളട്ടെ, ആ ഒരു അവഗണിക്കപ്പെട്ട സ്ഥലത്ത് നിന്നെല്ലാം നിങ്ങൾക്കൊരു പരിഗണന ലഭിക്കാൻ പോവുകയാണ്. ആരൊക്കെയാണോ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയത് അവരെല്ലാം രണ്ട് കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ഞെട്ടൽ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ ഒരു പാഠങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നവരുടെ കാര്യമാണ് കൂടുതലായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കണക്ഷൻ കുറവാണ്, വിശ്വാസമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അതിനെ ഇൻക്രീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റൂട്ടും ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കഴിവുകളെയൊക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്നോ അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ അടിമയായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഒരു ചേഞ്ച് വരുത്തുക. അത് ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്ട്, അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ സ്വയം ബഹുമാനിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതലാണ് മറ്റൊരാൾക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ എനർജീനെ മറ്റാരും നിങ്ങൾക്ക് വന്ന് നിങ്ങളെ ഉയർത്തി കൊണ്ടുവരില്ല. നിങ്ങൾ സ്വയം ഉണർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരണം. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഒരു യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു യൂണിവേഴ്സൽ മദർ എല്ലാ രീതിക്കും നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ വന്നെത്തിയിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ആ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോയ വേദനകൾക്കെല്ലാം ഒരു പരിഹാരം, റിലീസ് ആണ്. ഈ ഒരു വേദനകളാവുന്ന ആ ഒരു ഭാണ്ഡം, അല്ലെങ്കിൽ ആ ഒരു വിഴുപ്പ് ഭാണ്ഡം എല്ലാം പൂർണ്ണമായിട്ടും ഈ ഒരു യൂണിവേഴ്സിൽ അലിഞ്ഞു ചേർന്നിട്ട് നിങ്ങൾക്കൊരു സമാധാനപരമായ അന്തരീക്ഷമാണ് ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. അബണ്ടൻസ്, റിമൈൻ പോസിറ്റീവ്, റിക്കവറി, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, ട്രസ്റ്റ് ആൻഡ് റീകൺസിഡർ ആണ്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും നിങ്ങൾ ഇതുവരെ മുന്നോട്ടേക്ക് പോന്നു. ഒരുപാട് വേദനകളിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിംഗ് എടുത്തപ്പോഴേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എവിടെയോ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ. എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ആ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. വീണ്ടും നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. നെഗറ്റിവിറ്റിയുടെ കാര്യമല്ല, റിമൈൻ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ടേക്ക് ആ ഒരു പ്രതീക്ഷയിൽ പോയില്ലേ, ഇനിയും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കരിയർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് വീണ്ടെടുക്കാനുള്ള സമയം അടുത്തു എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിക്കവറി ആണ്. ഒന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, റീകൺസിഡർ ആണ് വന്നിരിക്കുന്നത്. ആരൊക്കെ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തിയത് ആ ഒരു വ്യക്തികളെല്ലാം നിങ്ങളെ പരിഗണിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. ടേക്ക് ആക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് വേണം ഇനി മുന്നോട്ടേക്ക് പോകാൻ. അബണ്ടൻസ് ആണ്. സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു യൂണിവേഴ്സ് എത്തിക്കുകയാണ്. അപ്പൊ ആ ഒരു എനർജീനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് സിറ്റുവേഷൻസ്, നെഗറ്റീവ് എനർജീസ് ഇതെല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തേക്കൂ. പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയിക്കോളൂ. നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റീഡിങ്ങിന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. കാരണം
ഇത് ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തുന്നത് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. റെസനേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.